ബന്ധു നിയമനത്തിൽ KPCC യോഗം നടന്നപ്പോൾ KPCC പ്രസിഡന്റും മന്ത്രിയുമായ ശ്രീ സണ്ണി ജോസഫിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നു വന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പക്ഷെ അദ്ദേഹം ബന്ധു നിയമനത്തെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, ഇത് പൊളിറ്റിക്കലായ ഒരു നിയമനമാണ്. മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത് പൊളിറ്റിക്കൽ നിയമനമാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇക്കഴിഞ്ഞ ഒരു 10-20 വർഷത്തിനിടയിൽ അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ വിവിധ സഹകരണ സ്ഥാപനങ്ങളിൽ ബന്ധുക്കളായ 10 പേരെ ജോലിയിൽ നിയമിക്കുകയും മകളെ MBBSന് പരിയാരം മെഡിക്കൽ കോളേജിൽ അർഹതപ്പെട്ട റാങ്കുകാരെ മറികടന്ന് പ്രവേശനം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഷാജി ജോസഫ് അദ്ദേഹത്തിന്റെ സഹോദരനാണ്. പഴയ കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്ക്, ഇപ്പോൾ കേരള ബാങ്കാണ്, അവിടെയാണ് നിയമിച്ചത്. ഷെല്ലി ജോസഫ് സഹോദരിയാണ്. കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്ക് ആയിരുന്ന സമയത്തായിരുന്നു നിയമനം. ഐസൽ ജോസഫ് സഹോദരനാണ്. ഉളിക്കൽ സർവീസ് സഹകരണ ബാങ്കിലാണ് നിയമിച്ചത്. അങ്ങനെ നിയമിക്കുന്നത് അദ്ദേഹം 1985-90 കാലത്ത് ആ ബാങ്കിന്റെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹം പ്രസിഡന്റായ സമയത്ത് 9 ഒഴിവുകൾ ആ ബാങ്കിൽ അനുവദിക്കുകയുണ്ടായി. ഒരു ഒഴിവ് ഒഴിച്ചിട്ടു. ശ്രീ സണ്ണി ജോസഫ് പ്രസിഡന്റായിരുന്ന കാലത്ത് തന്നെ 8 ഒഴിവുകളിലേക്കും നിയമനം നടത്തി. ആ നിയമനത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള കോൺഗ്രസുകാർ നിയമനത്തിന് കിഴി നൽകേണ്ടി വന്നു എന്ന് പറയുന്നുണ്ട്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് പരിശോധിക്കട്ടെ. നിയമനം കിട്ടാത്ത കോൺഗ്രസുകാരുടെ പ്രതിഷേധമാണോ ആ വാക്കുകളിൽ എന്നറിയില്ല. പക്ഷെ ഒരു ഒഴിവ് ഒഴിച്ചിട്ടത് അദ്ദേഹത്തിന്റെ സഹോദരൻ ഐസൽ ജോസഫിന് ആ ബാങ്കിൽ നിയമനം നൽകാനായിരുന്നു. പിന്നീട് പ്രസിഡന്റായ OT ജോസഫ് കോൺഗ്രസുകാരനാണ്. അദ്ദേഹം ശ്രീ സണ്ണി ജോസഫ് പറഞ്ഞത് പ്രകാരം ഐസൽ ജോസഫിനെ നിയമിച്ചില്ല. അതിനെ തുടർന്ന് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. കോൺഗ്രസുകാർ കോൺഗ്രസ് ഭരണസമിതിക്കെതിരായി അവിശ്വാസ പ്രമേയം. ആ പ്രമേയം പാസാക്കുന്നതിന് വേണ്ടി ഒരു ദാമോദരനെ കോൺഗ്രസുകാർ തട്ടിക്കൊണ്ടുപോയി. അവിശ്വാസ പ്രമേയം പാസായതിനെ തുടർന്ന് സേവിയർ മാസ്റ്ററെ പ്രസിഡന്റാക്കി. അങ്ങനെയാണ് സ്വന്തം സഹോദരൻ ഐസൽ ജോസഫിനെ ഉളിക്കൽ സഹകരണ ബാങ്കിൽ നിയമിച്ചത്. ബെന്നി തോമസ് ഇപ്പോൾ മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി പൊളിറ്റിക്കലായി നിയമിച്ച അദ്ദേഹത്തെ ഉളിക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ നിയമിച്ചത് പൊളിറ്റിക്കലായിട്ടാണോ? ബെന്നി തോമസിന്റെ മറ്റൊരു ചരിത്രം, അദ്ദേഹം 2000-2005 കാലത്ത് ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അക്കാലത്ത് പരിക്കളം ഒരു കുളം നിർമ്മിച്ചു. അതിനെതിരെ വിജിലൻസിൽ പരാതി കൊടുത്തു ബഹുജനങ്ങൾ. സമരം നടന്നു. വിജിലൻസ് കേസെടുത്തു. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ കേസ് ഒതുക്കി.
ഇതേ ബെന്നി തോമസിനെ ഇരിട്ടിയിലെ നിരവധി കോൺഗ്രസുകാരായ മുതിർന്ന നേതാക്കളെ തഴഞ്ഞ് ഇരിട്ടി MG കോളേജിലെ ഡയറക്ടറാക്കി. ആ ഡയറക്ടർ നോമിനേഷൻ പൊളിറ്റിക്കൽ നോമിനേഷൻ ആയിരുന്നുവോ? ബെന്നി തോമസിന് പുറമെ മന്ത്രിയുടെ ഭാര്യാ സഹോദരൻ ജോസ് എടത്താഴെ അദ്ദേഹത്തെ മണിത്തണ സർവീസ് സഹകരണ ബാങ്കിലാണ് നിയമിച്ചത്. ഡെയ്സി തോമസ് ഭാര്യ സഹോദരിയാണ്, എരുവേശി സർവീസ് സഹകരണ ബാങ്കിൽ നിയമിച്ചു. ജോഷി തോമസ് അളിയന്റെ സഹോദരനാണ്, അളിയൻ തന്നെ. അദ്ദേഹത്തെ തലശ്ശേരി രൂപത എഡ്യൂക്കേഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് നിയമിച്ചത്. ആശ റോസ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മകളാണ്, കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിലാണ് നിയമിച്ചത്. ആ നിയമനത്തിനെതിരെ കോൺഗ്രസുകാർ തന്നെ പരാതി കൊടുത്തിരിക്കുകയാണ്. അത് ചട്ടവിരുദ്ധമായ നിയമനമായിരുന്നു എന്നതാണ് ഉയർന്നു വന്ന ആക്ഷേപം. അഞ്ജു റോസ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മകളാണ്. എങ്ങനെയാണ് അഞ്ജു റോസിന് പരിയാരം മെഡിക്കൽ കോളേജിൽ 2006 MBBS പ്രവേശനം കിട്ടിയത്? അഞ്ജു റോസിന്റെ റാങ്ക് 24,945 കേരളത്തിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ 24,945 റാങ്കുള്ള ഒരാൾക്ക് കിട്ടുമോ? അക്കാലത്ത് 1000 ആളുകൾക്ക് മാത്രമേ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ. പക്ഷെ പരിയാരം മെഡിക്കൽ കോളേജിൽ UDF ഭരണസമിതി ആയതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി അക്കാലത്ത് ജില്ലയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായതുകൊണ്ട് ചട്ടം മറികടന്ന് റാങ്ക് മറികടന്ന് MBBS പ്രവേശനം നൽകി.